അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് വിനീത രാകേഷ്. ഞാൻ ഒരു ഹിന്ദു മതത്തിലാണ്. ഞാൻ ഇവിടെ എൻ്റെ ഭർത്താവ് രാകേഷ്. ഇത് എനിക്ക് പത്രം തന്ന ചേച്ചി. ഞാൻ 3 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആശുപത്രികളിലൊക്കെ പോയി. എനിക്ക് കുട്ടി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. 2 കിഡ്നിക്കും പ്രോബ്ലമാണ്. കുട്ടി ഉണ്ടായി ഞാൻ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന്. അപ്പോൾ ചേച്ചി എനിക്കൊരു പത്രം തന്നു. എനിക്ക് ഇവിടത്തെക്കുറിച്ചൊന്നും അത്ര അറിയത്തില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും നേർച്ചയൊക്കെ കൊടുത്തു വിടും എന്നല്ലാതെ എനിക്കങ്ങനെ അറിയത്തില്ല ഒന്നിനെക്കുറിച്ച്. അപ്പോൾ ചേച്ചി എനിക്ക് പത്രം തന്നു. പത്രം തന്നിട്ട് പറഞ്ഞ് ഒരു ഡിസംബറിലാണ് എനിക്ക് പത്രമൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ കയ്യിലിരിക്കുന്ന കൂട്ട് ഒരു കൊച്ചിനെ എനിക്ക് തരുമോ? ഞാനൊരു പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എന്നാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ചേച്ചിക്ക് ഒത്തിരി പത്രത്തിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഇവിടെ വരണമെന്ന്. അപ്പോൾ ഞാൻ വേറൊരാൾ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന വഴിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ദൂരമൊന്നും എനിക്ക് തന്നെ വന്നുള്ള അറിവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തയ്യാറായില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും പോകാം, ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഒരു ജനുവരി 15-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റണേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒരു ജനുവരി 15-ാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു, ഭയങ്കര പ്രോട്ടീൻ ലീക്കൊക്കെ വരുന്നു, ഭയങ്കര വയ്യായിയായി, കാലിലൊക്കെ നല്ല നീരാകുന്നു. അപ്പോൾ ഞാൻ ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റും കൂടെ നടത്തി. അപ്പോൾ ചെറിയ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പറ്റില്ല, അത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവൻ പോയാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അപ്പം അതായത് ചേച്ചി എനിക്ക് കുറച്ച് നേർച്ച വസ്തുക്കളൊക്കെ, ഞാൻ വന്നിട്ടില്ലല്ലോ, നേർച്ച വസ്തുക്കളൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഒരു കാശി രൂപവും ചേച്ചി എനിക്ക് തന്നു. അതെനിക്ക് അതെൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കുത്തിവെച്ചു. അപ്പോൾ സ്കാനിങ്ങിന് അവർ പറഞ്ഞു ഈ സ്കാനിങ് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഹാർട്ട് ബീറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പ് കുത്തിയ കാശി രൂപത്തെ എനിക്ക് കാണാണ്ട് പോയി. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു, അതുകൊണ്ടായിരിക്കുമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏത് ഭാഗത്താണോ കുഞ്ഞിരിക്കുന്നത് ആ ഭാഗത്ത് ആ കാശി രൂപം എൻ്റെ ഉടുപ്പിൽ കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ കുഞ്ഞെനിക്ക് കിട്ടുമെന്ന്. എന്നാലും ഞാൻ അമ്മയോട് എനിക്കിവിടെ വരണമെന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ എനിക്ക് കാശി രൂപം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നോക്കാം, നമുക്കൊരു കുറച്ച് ദിവസം കൂടെ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നെഫ്രോ പറഞ്ഞു ഇനി പറ്റില്ല, ഇത് കളയണം, എന്തായാലും കളയണം, അല്ലെങ്കിൽ വിനീതയുടെ ജീവിത ആപത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. എൻ്റെ ജീവൻ പോയാലും ഈ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇല്ല, പറ്റില്ല. അപ്പോൾ ഞാൻ 1 മാസം എന്നെ അവിടെ കിടത്തി ചികിത്സിച്ചു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഷുഗറും എല്ലാം എനിക്കൊന്ന് കുറഞ്ഞു തരണമേ. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി എനിക്ക് എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അരി ആഹാരം എന്തെന്ന് ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ചേച്ചി തന്ന എനിക്ക് എല്ലാ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഉപയോഗിച്ച് എനിക്ക് വിശ്വാസപ്രമാണമൊന്നും ചെല്ലാൻ അറിയില്ലായിരുന്നു. പക്ഷെ ചേച്ചി എനിക്ക് ഫോണിലൂടെ ചൊല്ലിത്തരും, ഞാനത് കേട്ട് ചൊല്ലി സ്കാനിങ്ങിന് കയറും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് പോയി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ തോതിൽ അനക്കങ്ങൾ അറിയുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് അറിയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട, 3 മാസം കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എൻ്റെ കുഞ്ഞ് കിട്ടും. അങ്ങനെ ഞാൻ ഉറപ്പോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഓരോ നിമിഷം. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തെ സ്കാനിൽ പറയാൻ കുട്ടിക്ക് സാക്കില്ല, കുട്ടി നടന്നു കഴിഞ്ഞാൽ പോലും അത് അബോർഷൻ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, എനിക്കറിയില്ല എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ജപമാല പുസ്തകമൊക്കെ പോയി മേടിച്ച് ഞാൻ വെളുപ്പിന് 4:30 എഴുന്നേറ്റ് ഇരുന്ന് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് പണ്ട് ഏതോ ഒരു സിസ്റ്റർ എനിക്ക് തന്നൊരു ബൈബിൾ എനിക്ക് തപ്പി കിട്ടി, ഞാനത് വായിച്ചു. എനിക്ക് അത്രയ്ക്ക് അങ്ങനെയൊന്നും അർത്ഥങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ഇത് വരുമ്പോൾ കിടപ്പിലാണ്, ഫുഡ് കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ മാത്രമേ എഴുന്നേക്കാവുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്.
എന്ന് എല്ലാത്തിലും ഇനി ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ധൈര്യം തന്നുകൊണ്ട് ഞാൻ 33 പ്രാവശ്യം വിശ്വാസ പ്രമാണമൊക്കെ ഞാൻ കണ്ട് നോക്കി, ഫോണിലൊക്കെ നോക്കി പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രാവശ്യം സ്കാനിങ്ങിന് കയറണം. ഉപ്പ് സ്കാൻ ചെയ്യുന്നിടത്ത് ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്നെ ചുരുട്ടി പിടിച്ചേക്കണേന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറയും ഒന്നുമില്ല എന്ന് പറയും. കൈ അനക്കണമെന്ന് ഞാൻ പിടിച്ച് എല്ലാ ഡോക്ടറും അങ്ങോട്ട് തിരിയണ സമയത്ത് ഞാൻ അവിടെ എല്ലാം പതിയെ തേച്ച് വെക്കും. അങ്ങനെ അപ്പോൾ എനിക്ക് ഓരോ പ്രാവശ്യം, അപ്പോൾ 3-ാം മാസത്തിലെ സ്കാനിങ്ങിന് പറഞ്ഞു ഈ സ്കാനിങ് ആണ് നോക്കേണ്ടത്, ഇത് നോക്കിയ വിനീതയ്ക്ക് ഞാൻ മരുന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ചെന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാം, അതായത് സ്മിത ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രഗ്നൻസി വരുന്നതെന്നാണ് അവർ പറഞ്ഞത് എന്നോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു പ്രാർത്ഥനയോട് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നിലും വിശ്വസിക്കേണ്ട, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വിനീതയുടെ പ്രാർത്ഥനയാണ് ഇതിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ കഴിഞ്ഞപ്പോൾ 5-ാം മാസത്തിലായപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു വലിയൊരു ടെസ്റ്റ് നടത്തണം, കൊച്ചിന് അംഗവൈകല്യമുണ്ടോ എന്നറിയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മാതാവ് തന്ന കൊച്ചാണെങ്കിൽ ഞാനിത് നടത്തില്ല, കാരണം എനിക്ക് അതിനുള്ള സാമ്പത്തികവും ഇല്ല, ഞാനിത് നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ റെഡിപ്പോയി. അപ്പോൾ അവരോട് ഞാൻ കാല് പിടിച്ചിട്ട് എനിക്ക് എങ്ങനെയായാലും മരുന്ന് വേണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെയ്തു. കുറച്ച് ദിവസം അവിടുത്തെ മരുന്ന് കഴിച്ചപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു എന്നെ നോക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 സബൈൻ ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഡോക്ടറോട് പറഞ്ഞു ഇനി ഞാൻ എങ്ങും മാറില്ല, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയുണ്ട്, എനിക്കൊന്നും വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ സ്കാനിങ്ങിലൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നടക്കരുത്, ഒന്നും ചെയ്യരുത്, അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് എല്ലാ സ്കാനിങ്ങിൽ ചെല്ലുമ്പോൾ നമ്മൾ ഡോക്ടർ ഇന്ന് പ്രതീക്ഷിക്കുന്ന പോലെയല്ല, എനിക്ക് നല്ലതായിട്ട് അന്നന്ന് പറയും. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാവും. പിന്നെ ഇപ്പോൾ 27 ആഴ്ചയായപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ എടുക്കണം, പറ്റില്ല എന്ന് പറഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, പ്രോട്ടീൻ ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോഡിയം കുറഞ്ഞു, ഓർമ്മ പോയിക്കൊണ്ടിരിക്കണു, എല്ലാം ഞാൻ എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്ത സമയമായിരുന്നു. സോഡിയം ഇല്ല, പൊട്ടാസ്യം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. BP 180 കയറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഓപ്പറേഷൻ ഡ്രസ്സ്, എൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തി എന്നെ ഓപ്പറേഷൻ്റെ ഇതിലോട്ട് കിടത്താനായിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് ഇച്ചിരി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു സിസ്റ്ററെ എന്നെ ഒന്നും കൂടി എൻ്റെ BP ഒന്ന് നോക്കാമോ, അമ്മ മാതാവ് എൻ്റെ അടുത്തേക്ക് വരും സിസ്റ്ററെ ഒന്ന് നോക്കുന്നു പറഞ്ഞു. 150 ആയാൽ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 180 നിന്ന് ഒരു 5 സെക്കൻഡ് കൊണ്ട് 150 മാറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നിർത്തി വെക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം, എങ്ങനെയെങ്കിലും കൊച്ചിന് 980 വെയിറ്റേ ഉള്ളൂ, NIC കിടത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഒട്ടുമില്ല, പിന്നെ NIC കിടത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്, കാരണം എനിക്ക് അതേ കൊച്ചിലോട്ടുള്ള പൊക്കിൾക്കൊടി, അമ്മയിൽ നിന്നുള്ളൊരു പൊക്കിൾക്കൊടി എനിക്കില്ല, രണ്ട് പൊക്കിൾക്കൊടി ഇവിടെ വേണം, അതിൽ ഒരെണ്ണത്തിൽ നിന്നാണ് കൊച്ചി ഇതെല്ലാം വലിച്ചെടുക്കണേ, അതിനനുസരിച്ച് എനിക്ക് ഒരു ഫുഡും ഞാൻ കഴിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ചോറുണ്ട്, ഞാൻ പറഞ്ഞു ഉണ്ടില്ല, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊച്ചിനെ കിട്ടി ആ കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന ശേഷമേ അരി ആഹാരം എന്ന സാധനം ഞാൻ കഴിക്കുള്ളൂ. ഡോക്ടർ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൊച്ചിന് വളർച്ച വേണ്ടേ, ഇല്ല എൻ്റെ കൊച്ചു വളരും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവഗണന ഞാൻ പറഞ്ഞ് അപ്പോൾ BP കുറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, കുറച്ച് ദിവസം നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഓരോ പ്രാവശ്യം അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് തരണം, എനിക്ക് ലോകത്തോട് പറയണം, എൻ്റെ മാതാവ് തന്നൊരു കൊച്ചാന്ന് എനിക്ക് ലോകത്തോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 34 ആഴ്ചയും 4 ദിവസവുമായപ്പോൾ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ ദിവസം വെറുതെ ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞു ഇനി സോഡിയം ഒക്കെ കുറയുവാണ്, വേഗം ആൽബുമിൻ ഭയങ്കര കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് 15 ഈ 7 ദിവസം മുന്നേ എനിക്ക് കുഞ്ഞിനെ ഞാൻ വലിയൊരു ഓപ്പറേഷനിലൂടെ, അതായത് എനിക്ക് ഭയങ്കര സീരിയസ് ആയിരുന്നു, എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നത് പോലും എനിക്ക് അങ്ങനെ ഈ 15-ാം തീയതി എനിക്കൊരു മോള് ജനിച്ചു. ഞാൻ ഇവിടെ വന്ന് എനിക്ക് പേരിടണം എന്നായിരുന്നു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മറിയം പ്രാർത്ഥന എന്നിട്ടോളാൻ പറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാ പറയണേന്ന് എനിക്കറിയത്തില്ല, അത്രയും ഞാൻ വിഷമിച്ചൊരു എന്നെ എടുത്താലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ലോകത്തിന് കൊടുക്കണം എന്നാണ് പിന്നെ എനിക്ക് പറ്റും പോലെ പ്രേക്ഷകർ ഞാൻ പറയും. എൻ്റെ കൂട്ടുകാർക്കൊക്കെ പിള്ളേരില്ലാത്ത ഒത്തിരി പേരുണ്ട്, നിങ്ങൾ വേറെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അമ്മയോട് ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ
കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പണ്ട് സീരിയലും സിനിമയും മാത്രം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. എനിക്കിപ്പോൾ എൻ്റെ മൊബൈലിൽ അതൊന്നും ഇല്ല. എപ്പോഴും പ്രാർത്ഥന. എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ മിണ്ടണം. ഞാൻ ഒരുപാട് വർത്തമാനം പറയുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി വർത്തമാനം പറയേണ്ടതെന്നൊക്കെ ചോദിക്കും. ഇല്ല, എനിക്ക് വർത്തമാനം പറയാൻ സമയമില്ല. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥനയില്ല. എനിക്കൊരു ടെൻഷനില്ല. എനിക്ക് എൻ്റെ കൊച്ചിനെക്കുറിച്ച് എനിക്കൊരു ടെൻഷനില്ല. എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ എനിക്കറിയില്ല. ഇത്രയും ഞാനൊരു ഹിന്ദുവായിട്ട് എനിക്ക് മാതാവ് എന്താണെന്നും ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, നിങ്ങൾ പോയി ചെല്ല്, മക്കളില്ലാത്ത എല്ലാവർക്കും അമ്മ തരും, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അവർ കുറേ പേരൊക്കെ വരുന്നുണ്ട്. കുറേ പേരോടൊക്കെ പറഞ്ഞ് അവരുടെ കുടുംബത്തിലെ വഴക്കുകളൊക്കെ എല്ലാവരും പറഞ്ഞ് എനിക്ക് ദേഷ്യം ഭയങ്കരമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വൈരാഗ്യം തോന്നാറില്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്കൊരു മോളെ തന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്ന ഒരു പ്രാവശ്യം ഹസ്ബൻഡിനെ വിട്ട് പത്രം മേടിച്ചു. ഒരു 7 മാസത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. യാത്ര ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ കാറിനെ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പരിചയമുള്ള ഒരാളുടെ കൂട്ടുകാരോട് ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എനിക്ക് അത്ര പൈസയൊന്നും ഇല്ല വരാൻ. അപ്പോൾ പറഞ്ഞു, കൊണ്ടുപോകാൻ നിൻ്റെ ആഗ്രഹമല്ലേ, കൊണ്ടുപോകാൻ. അങ്ങനെ വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുത്തു. 7 മാസത്തിൽ വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മുട്ടുകുത്താനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ആശുപത്രിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അമ്മയെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷമേ ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് തന്നെ പോന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചിനൊരു NICക്ക് പോലും കിടത്താതെ ഒരു ദിവസം മഞ്ഞപ്പ് വന്നു, അതുകൊണ്ട് കിടത്തി. പക്ഷേ എനിക്ക് മുന്നേ എൻ്റെ കൊച്ചിനെ ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു. കാരണം എന്നെയാണ് താമസിച്ച് വന്നത്. അത്രയും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവിന്. ഞാൻ പ്രാർത്ഥിച്ച പോലെ എല്ലാം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്നറിയാം. പിന്നെ ഞാൻ എല്ലായിടത്തും പത്രമൊക്കെ പറ്റില്ലെങ്കിലും ആശുപത്രി പോകുമ്പോൾ മാത്രമാണ് പുറത്തിറങ്ങാവുള്ളൂ. അപ്പം ഞാൻ പോകുമ്പോൾ അപ്പോഴത്തേക്കും ഞാൻ പത്രമൊക്കെ മേടിപ്പിക്കും. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി എല്ലാവർക്കും ഞാൻ കൊടുക്കും. ചിലവർ ചോദിക്കും, ഇപ്പം എന്നാ മതം മാറിയോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, മതമല്ലോ, നമ്മുടെ വിശ്വാസമല്ലേ എല്ലാത്തിലും ഒക്കെ എനിക്ക് തന്ന അമ്മ മാതാവ്. അപ്പോൾ എൻ്റെ കുറേ പേര് ഇതൊക്കെ കേട്ടിട്ട് അവരും ഇപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാവരോടും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്ക് പറയുന്ന എൻ്റെ കൂട്ടുകാരോടൊക്കെ ഫോൺ വിളിച്ച് ഇപ്പം ഞാൻ ചുമ്മാ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാറില്ല. എന്ത് പറഞ്ഞാലും ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ചോദിക്കുക, എല്ലാ പള്ളികളിലും ഒരുപോലെയല്ലേ മാതാവ് ഇരിക്കുന്നത്? അല്ല, ഇത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതകാലം മൊത്തവും ഞാൻ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തി ഞങ്ങളുടെ അവിടെ ഒരു വൃദ്ധസദനമുണ്ട്. അവിടുത്തെ അമ്മമാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസവും എനിക്ക് വേണ്ടി എപ്പോഴും വിളിച്ചു ചോദിക്കും. അവിടുത്തെ സിസ്റ്ററെ കൊണ്ട് എന്നെ വിളിപ്പിക്കും. എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ഞാൻ അവർക്ക് പറ്റുന്ന പോലെ, ഞങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നവരോട് കൊടുക്കേണ്ടവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫോണിലൊക്കെ കാണുന്ന ചിലവർക്കൊക്കെ നമുക്കൊത്തിരി ചെയ്യാനുള്ള അത്ര ഇല്ല, എന്നാലും ഞങ്ങൾ അങ്ങനെയെല്ലാം ചെയ്ത് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ വിശ്വാസത്തിൽ എല്ലാത്തിനും കൂടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യവും ശക്തിയും എന്ന് ഞാൻ പിന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നെ എൻ്റെ മോൾക്ക് ഇന്ന് 7 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇനിയാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ആശുപത്രിയിൽ നിന്ന്. പിന്നെ ഞാൻ ഇന്നലെ വരെ മിനിയാന്ന് വരെ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. ഇച്ചിരി ക്രിട്ടിക്കൽ ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്കിവിടെ വന്നൊന്ന് നിൽക്കാൻ എനിക്ക് പറ്റണമേ, എനിക്കിവിടെ നിന്ന് അത്ര യാത്ര ചെയ്യാൻ പറ്റണമേ, സ്റ്റിച്ചിനൊന്നും കുഴപ്പങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ എനിക്ക് വന്നു, എനിക്കിവിടെ സാക്ഷ്യം പറയും. ഞാൻ ഇതുവരെ മൈക്ക് കൈ കൊണ്ട് പോലും പിടിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്കറിയില്ല, അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ധൈര്യം തരണം, എനിക്കുള്ളിൽ എനിക്ക് പറയാനുള്ളൊരു ധൈര്യം. എൻ്റെ മനസ്സിലെല്ലാം എനിക്ക് എല്ലാം ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒത്തിരി തന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കുക്കർ പൊട്ടിത്തെറിച്ചു. അന്നേരമൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ എടുത്തു മാറ്റിയ പോലെ എന്നെ അമ്മ മാതാവ് എടുത്തു മാറ്റി. എന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ ജപമാല ചൊല്ലിയാണ് ഓരോ ദിവസവും നടക്കണം. വീട്ടിലോട്ട് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ജപമാല
ജപമാല ചൊല്ലി മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ നയിക്കുന്നത്. വേറെ ഒന്നിലോട്ടും ഞാൻ പോകാറില്ല. വേറെ ഒരു വിശേഷങ്ങൾ പറഞ്ഞ് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കാറുമില്ല. ഒത്തിരി പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റാവും. ഞങ്ങളുടെ കയ്യിൽ വെറും 1500 രൂപയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലോട്ട് അങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. അത് എന്നിട്ട് എന്നോട് പറയുക, അപ്പോൾ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് പുറത്തുള്ളവരൊക്കെ ഉണ്ട്, പുറത്തും നാട്ടിലൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ അവരൊന്നും അങ്ങനെ പൈസ തന്ന് സഹായിക്കുന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് അറിയില്ല. എല്ലാവരും എനിക്കിത് പൈസ ഇട്ട് ഒരു നിമിഷവും കൊണ്ട് ആദ്യത്തെ ദിവസം 45,000, അത് മാതാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ മതി. വെറും 1500 രൂപ അങ്ങോട്ട് നിന്ന് ഞങ്ങൾക്ക് 45,000 രൂപ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ആശുപത്രി കിടക്കുമ്പോൾ ഡ്രസ്സ് മേടിക്കണ്ടേ, ഇത് ഇട്ടിരിക്കുന്ന ഒരു 23,000 രൂപ അങ്ങോട്ട് ഇട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിന് ഇന്ന് 7 ദിവസമായി. ഞങ്ങളിനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അമ്മ മാതാവ് തന്ന ഈ സന്തോഷത്തിനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അമ്മ മാതാവിനെ ഞങ്ങൾ ഒഴിവാക്കുകയുമില്ല. ഇനി ഞങ്ങൾക്ക് അറിയാവുന്നവരോടും അറിയുന്നവരോടും എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരെയും വന്ന് ഇവിടെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇനി എൻ്റെ ഉടമ്പടി പുതുക്കാൻ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. അടുത്ത മാസം എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമാണ്. അതിന് എനിക്ക് വരാൻ പറ്റണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹമുണ്ട്. അതിനും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 8-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. വിനീത തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം തനിക്ക് പത്രം നൽകിയ ഒരു മെസ്സഞ്ചറായി വന്ന സഹോദരിയോടൊപ്പം വന്നാണ് ഇവിടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത്. തികച്ചും ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണ്. 7 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടാണ് ക്രൈസ്തവയായ ഈ മകൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനായി അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. 3 വർഷങ്ങളായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുഞ്ഞ് ജനിച്ചാൽ തന്നെ, ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് ജീവിതമില്ല, അമ്മ മരിച്ചു പോകുമെന്നാണ് ശാസ്ത്രത്തിൻ്റെ വിധി എഴുതിയത്. അവരാണ് ഇവിടെ ഇന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരെന്ന് നന്ദി പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ വിധി മാറ്റി എഴുതുവാൻ ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് ഒരു സാക്ഷ്യം കൂടി നമ്മോട് ഏറ്റുപറയുകയാണ്, തെളിയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദുരന്ത മുഖത്തിൽ നിന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന പ്രാർത്ഥനാ പദ്ധതിയുടെ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഈ സാക്ഷ്യങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എത്ര തന്നെ ജീവിത പ്രതിസന്ധികളാണ്. ശാസ്ത്രവും ലോകവും അധികാരങ്ങളും പണവും എല്ലാം വിധിയെഴുതിയ കേസുകളാണ് പരിശുദ്ധ അമ്മ ഈശോയോട് നമുക്ക് പറഞ്ഞ് അവർക്ക് വീഞ്ഞില്ല എന്ന് 2026 വർഷമായിട്ടും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ അമ്മയുടെ ഉദരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് വളരെ വേഗത്തിൽ അവരറിഞ്ഞു. അങ്ങനെ ഈശോയുടെ തിരുരക്തം കൊണ്ട് വില കൊടുത്ത് ജീവൻ നൽകിയ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, അമ്മയ്ക്ക് പൊക്കിൾ കൊടിയില്ല. അങ്ങനെ ഈശോ തന്നെ ജീവൻ നൽകി. ഈശോ ജീവൻ നൽകുന്ന, സൃഷ്ടിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. കുഞ്ഞിന് അംഗവൈകല്യമുണ്ടാകും, കുഞ്ഞിനെ നിങ്ങൾക്ക് അബോർട്ട് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ടാണ് പരിശുദ്ധ അമ്മയിൽ പരിപൂർണ ആശ്രയം വെച്ചുകൊണ്ട് ഈശോയോട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാണോ കുഞ്ഞ് ജീവിക്കില്ല എന്ന് ഈ അമ്മയ്ക്ക് അറിവ് കിട്ടിയത്, അമ്മ അന്ന് മുതൽ അരിയാഹാരം 9 മാസമായിട്ട് അമ്മ അരിയാഹാരം കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അരിയാഹാരം കഴിക്കുകയുള്ളൂ, എൻ്റെ വീട്ടിൽ പോവുകയുള്ളൂ എന്നുള്ള വലിയ ഒരു പ്രോമിസാണ് ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആസ്തി വളരെ കൂടുതലാണ്. വിനീത അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അധികമാണ്. ഞാൻ ജപമാല ജപിക്കാനായി യൂട്യൂബിൽ നിന്ന് പഠിച്ചു, പത്രം വായിക്കാൻ പഠിച്ചു, സുവിശേഷം വായിക്കാൻ പഠിച്ചു. ഇങ്ങനെ ഈശോയെക്കുറിച്ചുള്ള എനിക്കിപ്പോൾ മറ്റ് സംസാരങ്ങളൊന്നുമില്ല. കാരണം ഈശോ നിറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധ അമ്മ എന്നെ കൈപ്പിടിച്ച് നടത്തുകയാണ്. നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവരല്ല, പരിശുദ്ധ അമ്മയാണ് ഈശോയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അങ്ങനെ വിനീതയുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ
സമ്പത്തിലൂടെ ആ ആസ്തിയിലൂടെ ഇന്ന് നേടിയെടുത്തത് അനേകായിരങ്ങൾക്കുള്ള ഒരു മാനസാന്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് മക്കൾ ഇന്ന് ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ കൈവിട്ടു പോകുന്ന ഈശോയുള്ള ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണിത്. എന്തെങ്കിലും ഒരു ചെറിയ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഉടമ്പടി ഒരു തട്ടിപ്പാണ്, ഇങ്ങനെ പറയുന്നവർക്ക് ഒരു വലിയ ആസ്തി ഇട്ടുകൊണ്ടാണ്, വലിയൊരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് വളരെയധികം ഡെപ്പോസിറ്റ് ചെയ്താണ് ഇന്ന് ഈ മകളിവിടെ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി വിധി പറഞ്ഞിട്ടുള്ള എല്ലാ അവസ്ഥകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ